الحمد لله الواحد القهار مكبر الليل على النهار ومحدد الآجال والأعمار وجامع الناس ليوم تشخص فيه الأبصار أعز أولياءه في الدنيا والآخرة وألبسهم ثوب الوقار وأذل أعداءه في الدارين وضرب عليهم الذلة والصغار ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وصفيه وخليله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده حتى أتاه اليقين صلى الله عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وأصدق سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും കീഴൊതുങ്ങി മരണം വരെയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാൻ തിന്മകളിൽ നിന്നും നമ്മെ തടയുകയും ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. റമളാനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും റമളാനിൽ തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നന്മകളിലേക്ക് മത്സരിക്കുവാനും നമുക്ക് സാധിച്ചത് അല്ലാഹു നമ്മുടെ മുഖ്യശത്രുവായ പിശാചിനെ ബന്ധിച്ചത് കൊണ്ടാണ്. തടവിലാക്കപ്പെട്ട പിശാച് നമ്മെ വഴിതെറ്റിക്കാൻ ഈ 30 ദിനങ്ങളിലും വന്നിരുന്നില്ല. എന്നാൽ ശവ്വാലായതോടെ പിശാച് സർവസ്വതന്ത്രനായി വിഹരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. റമളാനിലെ നമ്മുടെ ജീവിതവും ഇപ്പോഴത്തെ സ്ഥിതിയും ഒന്ന് വിലയിരുത്തിയാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ശൈത്താനും അവൻ്റെ ദുർബോധനങ്ങൾക്കും എത്രമാത്രം സ്വാധീനമുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ശൈത്താൻ റമളാനിന് മുമ്പ് നമ്മെ പ്രലോഭിപ്പിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി പ്രീണനവും പ്രലോഭനങ്ങളുമായി മുന്നോട്ട് വരും. അവൻ്റെ കൊടിപ്പക ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. മനുഷ്യോൽപ്പത്തിയുടെ തുടക്കം മുതൽ എങ്ങനെയും നമ്മെ പിഴപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു നമ്മോട് താക്കീത് നൽകുന്നത്, യാ ബനീ ആദം ലാ യഫ്തിനന്നകും ശൈത്താൻ, മനുഷ്യരേ പിശാച് നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ ഖറജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കിയതുപോലെ ഗൗരവമായ താക്കീത് നമുക്ക് നൽകുകയാണ്. അവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതിലുള്ള കുടിപ്പക ആ കാലം മുതൽക്കേ കൊണ്ടു നടക്കുകയാണ്. നമുക്കറിയാം, തറവാട്ടിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ട ഒരാൾ, ഗതിയും പരഗതിയുമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഒരാളുടെ തീർത്താൽ തീരാത്തൊരു പക ഒന്നാലോചിച്ച് നോക്ക്. ആ ഒരു സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ പിശാച്. അതുകൊണ്ട് തന്നെ നമ്മെ പിഴപ്പിച്ച് അവൻ്റെ കൂട്ടാളികളോടൊപ്പം നരകത്തിൻ്റെ അഗാധതയിലേക്ക് വലിച്ചെറിയാൻ
കച്ചകെട്ടി ഇനി മുതൽ അവൻ ഇറങ്ങുകയാണ്. ഇനി നമ്മിൽ അവൻ്റെ വിളയാട്ടം നിയന്ത്രിക്കാൻ ഒരൊറ്റ വഴിയേയുള്ളൂ. നന്മകളിൽ പിശുക്കു കാട്ടാതെ റമദാനിൽ ഉണ്ടായിരുന്നത് പോലെ കർമ്മങ്ങളിൽ സജീവത നിലനിർത്തുക. റമദാൻ നമ്മിൽ വരുത്തിയ മാറ്റമാണ് അതിനുള്ള ഊർജവും ആവേശവും. ആ മാറ്റത്തെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. റമദാൻ കഴിഞ്ഞ് ജീവിത സാധാരണയിലേക്ക് നമ്മൾ മാറുമ്പോൾ കൂടുതൽ സൗകര്യവും സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധിയും ഉണ്ടാകുമ്പോൾ ദീനും ആഖിറവും മറന്നു പോകുന്നൊരു പ്രവണത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. സ്വഹാബത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും സ്വഹാബത്ത് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാനോ കേൾക്കാനോ സാധിച്ചിരുന്നില്ല. മുആദ് ഇബ്നു ജബൽ, അബൂ ഹുറൈറ, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന സ്വഹാബികളെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട ചില പ്രത്യേക സാഹചര്യങ്ങൾ വ്യക്തിപരമായി അവിടെ നിന്ന് നൽകിയ വസിയ്യത്തുകൾ ഒരു വീഴ്ചയും വരുത്താതെ പതിവായി ചെയ്തിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ അധികം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം, ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്താതെ തുടരാൻ നമുക്ക് സാധിക്കണം എന്നാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് പകർന്നു തന്ന ഏറ്റവും വലിയ പാഠം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ഇലല്ലാഹി അദ്വമുഹാ വഇൻ കല്ല. കർമ്മങ്ങളിൽ അല്ലാഹുവിന് ഏറെ ഇഷ്ടം നിത്യമായി ചെയ്യുന്ന പതിവായി ചെയ്യുന്ന കർമ്മങ്ങളാണ്, അതത്ര കുറവാണെങ്കിലും. വീണ്ടും റസൂൽ പറഞ്ഞു, അയ്യുഹന്നാസ് അലൈക്കും മിനൽ അഅമാൽ, നിങ്ങൾ കർമ്മങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കണേ. മാ തുതീഖൂ, നിങ്ങൾക്ക് കഴിയുന്നത്ര നല്ല കർമ്മങ്ങൾ ചെയ്യണേ. ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, തീർച്ചയായും നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നതുവരെ അല്ലാഹു മടുപ്പുണ്ടാവുകയില്ല. വഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി മാ ദൂവിമ അലൈഹി വഇൻ ഖല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉപദേശിക്കുകയാണ്. എന്നിട്ട് റസൂലിനെ പറ്റി പറയുകയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കുടുംബവും ഇദാ അമിലു അമലൻ തബ്ബതൂഹു, അവരെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് പതിവായി സ്ഥിരത നിലനിർത്താൻ അവർ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരണം പ്രവാചകരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, രാവും പകലുമായി 5 വഖ്ത് നമസ്കരിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതല്ലാത്ത മറ്റെന്തെങ്കിലും എനിക്ക് നിർബന്ധമായുണ്ടോ? റസൂൽ പറഞ്ഞു, ഇല്ല, സുന്നത്തായ നമസ്കാരങ്ങൾ ഒഴികെ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ നോമ്പിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതല്ലാത്ത എന്തെങ്കിലും നോമ്പ് എനിക്ക് നിർബന്ധമുണ്ടോ? റസൂൽ പറഞ്ഞു, ഇല്ല, സുന്നത്തായ നോമ്പൊഴികെ. സക്കാത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സക്കാത്ത് നിർബന്ധമാണ്, അതല്ലാത്ത മറ്റെന്തെങ്കിലും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, സുന്നത്തായ സ്വതക്കയൊഴികെ. അവസാനമായി ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇതാണ്, വല്ലാഹി ലാ അസീദു അലാ ഹദാ. നബിയെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരല്പവും ഞാൻ കൂട്ടുകയുമില്ല, വലാങ്കുസ്, ഞാൻ കുറയ്ക്കുകയുമില്ല. അയാൾ നടന്നകന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ ഇൻ സ്വദഖ. വേറെ റിപ്പോർട്ടിൽ കാണാം, അഫ്ലഹ ഇൻ സ്വദഖ വദഖലൽ ജന്ന ഇൻ സ്വദഖ. അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ, ആത്മാർത്ഥമാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളും ഒന്ന് മനസ്സിലാക്കി നോക്കാം. മനുഷ്യന് പറഞ്ഞതെന്താ? ചുരുക്കത്തിൽ ഫർളുകൾ മാത്രമേ ഞാൻ ചെയ്യൂ, സുന്നത്തുകൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഫർളുകൾ ഒരിക്കലും മുടങ്ങാതെ കൃത്യസമയത്ത് തന്നെ ഞാൻ നിർവഹിക്കും എന്നാണ്. അത് റസൂലിന് കൊടുത്തൊരു വാക്കായിരുന്നു, അള്ളാഹുവിന് കൊടുത്തൊരു വാക്കായിരുന്നു. അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് ശപഥം ചെയ്തു പോയത്. എന്താണ് ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? കർമ്മങ്ങളിലെ സ്ഥിരത, അത് നിലനിർത്തുന്നതിലാണ് അള്ളാഹുവിന് താല്പര്യമുള്ളതിന്, അതിനാണ് പൂർണ്ണമായ പ്രതിഫലമുള്ളതും. നമ്മുടെ ഷോപ്പിൽ ഇടയ്ക്കിടെ ലീവാക്കുന്ന സ്റ്റാഫിനോടാണോ നമുക്ക് താല്പര്യം? അല്ല, പതിവായി വരുന്ന സ്റ്റാഫിനോടാണ് നമുക്ക് താല്പര്യം. ഇതേ താല്പര്യം തന്നെ അള്ളാഹു നമ്മോടുമുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്വമുഹ, കർമ്മങ്ങളിൽ എന്നും നിലനിൽക്കുന്നത്, അതാണ് വഇൻ ഖല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ സ്ഥിരത നിലനിർത്തുന്ന കാര്യത്തിൽ നമ്മുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, സലഫുകൾ എങ്ങനെയായിരുന്നുവെന്ന്, സ്വഹാബത്ത് എങ്ങനെയായിരുന്നുവെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാൻ നേരത്ത് പറഞ്ഞല്ലോ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ അതേപോലെ തന്നെ 34 പ്രാവശ്യം അത് റസൂൽ പഠിപ്പിച്ചു. മാ തറക്തു മുൻദു സമിഅതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാൻ റസൂൽ എന്ന് പഠിച്ച അന്ന് മുതൽ ഇന്ന് വരെ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഞാൻ വരുത്തിയിരുന്നില്ല. കൂടെയുള്ള ആൾ ചോദിച്ചു, സിഫീൻ
മുസ്ലിങ്ങൾ തമ്മിലുണ്ടായ വല്ലാത്തൊരു യുദ്ധമായിരുന്നു. ആ തിരക്കിനിടയിലും എൻ്റെ മനസ്സിനൊരു ചാഞ്ചല്യമൊന്നും ഉണ്ടായില്ല. ആ സുന്നത്ത് ജീവിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാണ്. നോക്കൂ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശുദ്ധ ഖുർആൻ 3 ദിവസങ്ങളിൽ കൂടി ഒരു ഖത്തം തീർക്കുമായിരുന്നു. വളരെ പ്രായമേറിയപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമാക്കി അദ്ദേഹം മാറ്റി. ആളുകൾ പറഞ്ഞു, ഇങ്ങനെ പ്രയാസമുള്ള സമയത്തും ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് ക്ഷീണിക്കണോ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പതിവാക്കിയ ഒരു കാര്യത്തെ ഞാൻ എങ്ങനെ പതിവാക്കാതിരിക്കാനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം രാത്രിയെ മൂന്നായിട്ട് മാറ്റും. ഒന്ന് തൻ്റെ ഭാര്യയ്ക്ക് രാത്രിയുടെ ഒരു ഭാഗം, തൻ്റെ മകനോടൊപ്പം അവനെ ലാളിക്കാനും അവനെ കൊഞ്ചിക്കാനും സമയം കണ്ടെത്താൻ രാത്രിയുടെ ഒരു ഭാഗം അദ്ദേഹം മാറ്റിവെക്കും, ഒരു ഭാഗം തൻ്റെ ഇണയ്ക്കും മാറ്റിവെക്കുമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്വതക്ക ചെയ്തിരുന്നവർ റമദാനിൽ മാത്രമല്ല ജീവിതകാലം മുഴുവനും സ്വതക്ക ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മഹാനായ ഹുസൈൻ ഇബ്നു സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഒന്ന് ആലോചിച്ച് നോക്ക്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വീടിൻ്റെ ചുറ്റും നിരാലംബരായ ആളുകൾ, പട്ടിണിപ്പാവങ്ങൾ, യതീമുകൾ, വിധവകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്താ കാരണം? ഇന്നലെ വരെ തങ്ങൾക്ക് സംരക്ഷണം നൽകിയവൻ, ഇന്നലെ വരെ തങ്ങളെ തീറ്റിപ്പോറ്റിയ ആളതാ മരിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ദാനം ചെയ്തു. അതും ചെയ്തതെന്താ? രഹസ്യമായിട്ടായിരുന്നു, ആരും അറിയാതെ. എന്ന് പറഞ്ഞാൽ മദീനയിലെ 10 കുടുംബങ്ങൾക്ക് എല്ലാ രാത്രിയിലും ആരോരും അറിയാതെ സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ടു കൊടുത്തിരുന്ന മഹാനുഭാവൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, അത് അറിഞ്ഞത് എപ്പോഴെന്നറിയോ? ആ മഹാൻ മരിച്ച ശേഷമാണ്, മരണപ്പെട്ട ശേഷമാണ് എല്ലാവരും അറിഞ്ഞിരുന്നത് എന്നാണ്. അതെങ്ങനെയാണ് അറിഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ജനാസ കുളിപ്പിക്കാനെടുത്ത് കവിഴ്ത്തി കിടത്തിയപ്പോൾ മുതുകിൻ്റെ ഭാഗത്ത് കയറുകൊണ്ട് മുറുക്കി വരിഞ്ഞതിൻ്റെ കെട്ടിൻ്റെ അടയാളം കണ്ടപ്പോഴാ എല്ലാവർക്കും മനസ്സിലായത് സൈനുൽ ആബിദീൻ അത്രയേറെ ധർമ്മിഷ്ഠനായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ റമദാനിൽ മാത്രം സ്വതക്ക നിലച്ചു പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇബാദത്തുകളൊന്നും അവിടെ മാത്രം പരിമിതമാക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ. തോന്നുമ്പോഴൊക്കെ തോന്നുന്നത് പോലെ ചെയ്യുന്നത് മുനാഫിക്കാണ്. ഒരു യഥാർത്ഥ മുഅ്മിന് മുനാഫിക്കിനെ പോലെ ആകാൻ സാധിക്കില്ല എന്നാണ് ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ? ഫൈന്നഹു ലാ യദ്കുറുല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിഖ് എന്ന് പറയുമ്പോൾ ആളുകളെ നോക്ക്, അള്ളാഹുവെ ബോധ്യപ്പെടുത്താനല്ലല്ലോ അവൻ്റെ പ്രവർത്തനം. ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ പരിമിതമായി ഇഖ്ലാസൊന്നുമില്ലാതെ അവൻ ചെയ്യും. അത് മാത്രമല്ല, യുറാഇന്നാസ്, ചെയ്യുകയാണെങ്കിൽ തന്നെ അവൻ ആളുകളെ കാണിക്കാനാ ചെയ്യുക. എന്നാൽ ഒരു വിശ്വാസി അങ്ങനെയല്ല, എപ്പോഴും അവൻ്റെ പ്രവർത്തനത്തിൽ കർമ്മ നിരതരായിരിക്കണം. ഇനിയൊന്നും ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകമായ എന്ത് ആരാധനകളാണ് റമദാനിൽ മാത്രമുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കും. മറ്റു മാസങ്ങളിലില്ലാത്ത അല്ലെ? ഫർദ് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, രാത്രി നമസ്കാരം, ഇഅ്തികാഫ്, സ്വദഖ, മറ്റു പുണ്യകർമ്മങ്ങളെല്ലാം ഇത് റമദാനിൽ മാത്രമാണോ? ആണോ? അല്ല, മറ്റു 11 മാസങ്ങളിലുമില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. റമദാനിൽ കണിശമായി ചെയ്തതെല്ലാം സ്ഥിരമായി എപ്പോഴും അത് നിലനിർത്താൻ അതീവ ജാഗ്രത പുലർത്താൻ നമ്മൾ ശ്രമിക്കണം. ആ ജാഗ്രത പുലർത്തിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. കർമ്മങ്ങളിലെ സ്ഥിരതയ്ക്ക് ഒരുപാട് നേട്ടം. ഒന്നാമതായി പറഞ്ഞത് അള്ളാഹുവുമായിട്ടുള്ള ഹൃദയബന്ധം നിലനിർത്താൻ സാധിക്കുമെന്നാണ്. അല്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന. അള്ളാഹു പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുന്നവരെ, റമദാനിൽ മാത്രം തൗബ ചെയ്ത് പിന്നെ നിർത്തിയവരെന്നല്ല പറഞ്ഞത്, പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വയുഹിബ്ബുൽ മുതത്തഹിരീൻ, ശുദ്ധിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ, ശരീരവും മനസ്സും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. രണ്ടാമത്തെ അതിൻ്റെ നേട്ടം, കർമ്മങ്ങളിലെ സ്ഥിരത, തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മെ സഹായിക്കുമെന്ന് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ ഖിയാമുൽ ലൈൽ നമസ്കരിക്കും, നമസ്കാരമൊക്കെ വളരെ കൃത്യമായി നമസ്കരിക്കും. പക്ഷേ എന്താ പ്രശ്നം? രാത്രിയായാൽ അയാൾ മോഷണം പതിവാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വാക്കെന്തറിയോ? ഇന്നഹു സയൻഹാഹു മാ തഖൂൽ. നീ പറയുന്ന മോഷണത്തെ പറ്റിയല്ലേ? ആ മോഷണം അയാൾ അവസാനിപ്പിക്കും. ഫിന്നിഹായത്തി, അവസാനം, ഇദസ്തമറ അലാ ഹാദാ ഖിയാമുൽ ലൈൽ, ഖിയാമുൽ ലൈൽ പതിവായി തെറ്റാതെ മുറ പോലെ നിർവഹിച്ചാൽ ആ തെറ്റിൽ നിന്നും അയാൾ സ്വയം മാറിക്കൊള്ളുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. റമദാനിൽ വളരെ നന്നായി ഉത്സാഹത്തോടെ ചെയ്തിരുന്ന ഇബാദത്താണല്ലോ ഖിയാമുൽ ലൈൽ, അല്ലേ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ
ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്വൻ വഖവമു ഖീലാ. പുതപ്പിട്ട് മൂടിയവനെ എഴുന്നേൽക്ക്, രാത്രിയുടെ അല്പഭാഗമോ അല്ലെങ്കിൽ മുഴുവൻ ഭാഗമോ നിന്ന് നമസ്കരിക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായി ഇങ്ങനെ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞത് അവസാനം ഇന്ന നാശിഅത്തൽ ലൈലി, തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നത് ഹിയ അശദ്ദു വത്വൻ, മനസ്സിന് കൂടുതൽ സാന്നിധ്യം നൽകുന്നതും വഖവമു ഖീലാ, നേരെ ചൊവ്വ വാക്കുകൾ പറയാൻ ധൈര്യം നൽകുന്നതുമാണ്. മനസാന്നിധ്യം, ഏതു കാര്യത്തിലും മനസാന്നിധ്യത്തോടെ പതറാതെ ചാഞ്ചാടാതെ നല്ല ഇഖ്ലാസോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. നേട്ടം ഒന്ന്. രണ്ടാമത്തത്, നല്ല വാക്കു പറയാൻ അല്ലാഹ് നമ്മളെ സഹായിക്കും. ആളുകളുടെ മുഖത്ത് നോക്കി ആരും മുന്നിലും തലകുനിക്കാതെ നേർക്കുനേരെ നട്ടലുള്ള വർത്താനം പറയാൻ സാധിക്കുമെന്ന ആ പറഞ്ഞതിന്റെ ചുരുക്കം. മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നില്ലേ? അല്ലേ, പ്രവാചകൻ നമുക്ക് വിവരിച്ചു തന്നു. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ ഖിയാമുൽ ലൈലിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബലക്കും, എത്ര നേട്ടങ്ങളാണ്, എത്ര ഗുണങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിത്തന്നത്. നിങ്ങൾക്ക് മുമ്പുള്ള പൂർവികരുടെ ചര്യയാണ്. ഒന്ന്, വഖുർബത്തുൻ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. രണ്ട്, വമുഗ്ഫിറത്തുൻ ലിസയ്യാത്തി, നിങ്ങളുടെ തെറ്റുകൾ അത് മായ്ച്ചു കളയാനും പൊറുക്കപ്പെടാനുള്ള മാർഗമാണ്. മൂന്ന്, വമൻഹാത്തുൻ അനിൽ ഇസ്മി, തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നാല്, വമത്രദത്തുൽ ലിദാഇ അനിൽ ജസദി, ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ അകറ്റുന്നതാണ്. ഖിയാമുൽ ലൈൽ എന്താ ഇപ്പം നിസ്കരിക്കാത്തെന്ന് ചോദിച്ചാൽ പറയും ശാരീരികമായി പ്രയാസം. നമുക്ക് പ്രയാസമുള്ളത് കൊണ്ടാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത്. പക്ഷെ നമസ്കരിച്ചാൽ ആ ശാരീരിക പ്രയാസം മാറ്റിത്തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നമ്മൾ എത്ര പേർക്ക് അറിയാൻ പറ്റും? ഇരുന്നിട്ട് കസേര ഇരുന്നിട്ട് മുട്ടുമടങ്ങുന്നില്ല, എന്നാലും അത് നിർവഹിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലാഹ് ആഫിയത്ത് തരുമെന്ന്, അല്ലാഹ് ആരോഗ്യം നൽകുമെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ വാക്കാ, വല്ലാത്തൊരു വാക്കാ, നിഅമൽ അബ്ദു അബ്ദുള്ള നല്ല കുട്ടിയാ. അലൗകാന യുസല്ലി ഫിൽ ലൈലി, രാത്രിയിലൊന്ന് എണീറ്റ് നമസ്കരിച്ചെങ്കിൽ നല്ല മോനാ. ഈ ഒരൊറ്റ ഗുണം മാത്രമേ അവനിൽ നിന്ന് മാറിയെന്നുള്ളൂ. ഈ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി. മരണം വരെ ഉപേക്ഷ വരുത്തിയില്ല എന്ന് സ്വഹാബത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, മുൻഗാമികൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൻസൂർ ഇബ്നുൽ മുഅ്തമർ എന്ന് പറയുന്ന ഒരു താബിഈ, ഹിജറ 40-60 അദ്ദേഹത്തിന്റെ ജനനം. 132 അദ്ദേഹം മരണപ്പെടുന്നത്. 60 വർഷം നീണ്ട ഇബാദത്തിന്റെ ഏറ്റവും സുമോഹന വേളയിൽ എല്ലാ ദിവസവും ഖിയാമുൽ ലൈൽ നിർവഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അയൽക്കാരനായ ഒരു കുട്ടി തൻ്റെ ഉമ്മയോട് പറയണം, ഐനൽ ജിദ്ഉല്ലദീ കാന അലാ സത്ഹി ജാരിനാ മൻസൂർ, നമ്മുടെ അയൽക്കാരൻ മൻസൂറിൻ്റെ ആ വീടിൻ്റെ ചുവരിൽ ചാരി വെച്ച ആ തടിയുണ്ടല്ലോ ഉമ്മ, അതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഉമ്മ പറഞ്ഞു, മോനെ അത് തടിയല്ല മോനെ, അത് മൻസൂറായിരുന്നു. നീ കുട്ടി ഇങ്ങനെ രാത്രി മാത്രം കാണുന്നു. വീടിന്റെ ചുവരിൽ ഒരു തടി ഇങ്ങനെ ചാരി വെച്ച മാതിരി മൻസൂർ ഇങ്ങനെ ദീർഘമായി ഇന്ന് നമസ്കരിക്കുന്നത് കണ്ട് ഈ കുട്ടി വിചാരിച്ചു അത് തടിയാണത്രയെന്ന്. അങ്ങനെയൊക്കെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ ജീവസുറ്റതാക്കി മാറ്റിയ മുൻഗാമികൾ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖിയാമുൽ ലൈൽ പതിവാക്കുക. മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത്, റമളാനിലെ നമ്മുടെ കണിശതയും കൃത്യതയും ഇനിയും തുടർന്നാൽ ശുഭകരമായ അന്ത്യം, നല്ല മരണം ലഭിക്കുമെന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. സ്ഥിരത കാര്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് ഉറച്ച വാക്കുകൾ കൊണ്ട് അള്ളാഹു അവന് ശക്തി നൽകും, അവന്റെ വാക്കുകൾക്ക് ബലം നൽകും. ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും. വിശുദ്ധ ഖുർആൻ പറയണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ അള്ളാഹു മലക്കിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവനെ സഹായിക്കുമ്പോൾ അവൻ ലഭിക്കുന്നത് നല്ലൊരു മരണമാണ് എന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കർമ്മങ്ങളിൽ നമ്മൾ സ്ഥിരത നിലനിർത്തിയാൽ നാലാമത്തെ നേട്ടം കാപട്യത്തിൽ നിന്നും അന്ന് രക്ഷ ലഭിക്കും. അതുവഴി നരകമോചനവും നമുക്ക് സാധ്യമാക്കുമെന്നാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫി ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊല, ഒരാൾ ഒന്നാമത്തെ തക്ബീർ അടക്കം
40 ജമാഅത്ത് ഇമാമിനോട് നമസ്കരിച്ചാൽ കുത്തിബത്ത് ലഹു ബറാഅത്താനി, 2 മോചനങ്ങളാണ് അവന് ഓഫർ. എന്താ മോചനം? ബറാഅത്തും മിനന്നാരി, നരകത്തിൽ നിന്നുള്ള മോചനം 1, ബറാഅത്തും മിൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നുള്ള മോചനം 1. മുൻഗാമികൾ ആ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്ന്. എല്ലാ പള്ളികളിലും ഉണ്ടാവും അത്തരം ചില ആളുകൾ, കുറച്ചാളുകൾ, 1-2 ആളുകളൊക്കെ ഉണ്ടാവും. നമസ്കാരത്തിന് നേരത്തെ പള്ളി വന്ന് കാത്തിരിക്കുന്ന ആളുകൾ അല്ലേ? അപ്പോൾ യാത്രയിലോ നമുക്ക് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. ജമാഅത്തിൽ സാധിക്കാത്ത കാര്യമാണ്. അത് പാലിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ, ഒരാൾ രോഗിയായി തീർന്നു അല്ലെങ്കിൽ യാത്രക്കാരനായി, കുത്തിബ ലഹു മിത്ല മാ കാന യഅമലു മുഖീമൻ, നാട്ടിലുണ്ടായിരിക്കുമ്പോൾ എന്തൊക്കെ നന്മകൾ ചെയ്തോ അതേപോലെ തന്നെ ആരോഗ്യകരമായ അവസ്ഥയിൽ എന്തൊക്കെ നന്മകൾ ചെയ്തോ അതൊക്കെയും യാത്രയിലായിരിക്കുമ്പോൾ രോഗിയായിരിക്കുമ്പോൾ നൽകുമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഉദാഹരണത്തിന് ഖിയാമുൽ ലൈൽ പതിവായി ചെയ്യുന്ന ഒരാൾ, എല്ലാവർക്കും ക്ഷീണമുണ്ടാവില്ലേ? ഉണ്ടാകും അല്ലേ? റസൂൽ പറഞ്ഞു, മാമിൻ ഇംരിഇൻ തകൂൻ ലഹു സലാത്തു ബിലൈൽ, ഒരാൾ എണീറ്റ് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിനുവേണ്ടി പതിവായി തയ്യാറായ ഒരാളാണ്. ഫയഗ്ലിബുഹാ അലൈഹ, അയാൾ ഉറങ്ങിപ്പോയി. ഇല്ലാ കതബല്ലാഹു ലഹു അജ്റ സലാത്തിഹി, ആ ഉറങ്ങിപ്പോയതിന്റെ പേരിലെങ്കിലും അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? പ്രതിഫലം നൽകാതിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ കൂലി അവന് കിട്ടും. എന്നിട്ട് റസൂൽ പറയാണ്, മൻ മിൻ റബ്ബിഹി തസദ്ദഖ അലൈഹി ബിന്നൗം, അവൻ ഉറങ്ങിയ ഉറക്കം സ്വതക്കയുടെ പട്ടികയിൽ, ആ ഉറക്കത്തിന് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിയ്യത്തിന്റെ പ്രാധാന്യമാണ് പ്രിയപ്പെട്ടവരെ. സ്ഥിരമായി ചെയ്യുന്ന ഒരാൾ ഒരിക്കലും മുടങ്ങിയാൽ നമ്മെപ്പോലെയല്ല പടച്ചവൻ. ചെയ്യുന്ന പൈസയ്ക്ക്, ചെയ്യുന്ന ജോലിക്കാണ് നമ്മൾ കൂലി കൊടുക്കുക. അള്ളാഹു അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നവന് ഖിയാമുൽ ലൈൽ നമസ്കരിച്ചില്ല, അവന് കൂലിയില്ല, അള്ളാഹ് ഒരിക്കലും വിചാരിക്കില്ല. അള്ളാഹ് ഒരിക്കലും വിചാരിക്കില്ല പ്രിയപ്പെട്ടവരെ. അത്ര ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ മറന്നുപോവുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്താൽ പിറ്റേന്ന് നമസ്കരിക്കും 12 റക്അത്തായിട്ട്. ഒഴിവാക്കില്ല 12 റക്അത്ത്, 1 റക്അത്ത് കൂടുതലായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള വിഷയം അതാണ്. റമദാനിൽ ഖുർആൻ ഓതുന്ന കാര്യത്തിൽ പരമാവധി ശ്രദ്ധ പുലർത്തിയ, താല്പര്യം കാണിച്ച ആളുകളായിരുന്നു നമ്മളെല്ലാവരും. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി, അവർ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യേണ്ട രീതിയിൽ പാരായണം ചെയ്യുന്നവർ. ഉലൈക യുഅ്മിനൂന ബിഹി, അവർക്കാകുന്നു അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ളത്. വീണ്ടും അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, നമസ്കാരം മുറപ്രകാരം നിലനിർത്തുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാകും, നാം അവർക്ക് നൽകിയതെന്നും ചിലവഴിച്ചവർ, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായിട്ടും, ഉലൈക യർജൂന തിജാറത്തൻ ലൻ തബൂർ, യർജൂന തിജാറത്തൻ ലൻ തബൂർ, നഷ്ടമില്ലാത്തൊരു കച്ചവടം അത് മുന്നിൽ കണ്ടുകൊണ്ട് മുതൽ മുടക്കിയവരാ അവർ. അള്ളാഹ് അവരുടെ കച്ചവടത്തിന് ഒരിക്കലും കഷ്ടത ഉണ്ടാക്കില്ല, നഷ്ടം വരുത്തൂല്ല എന്ന് അള്ളാഹ് തന്ന ഓഫറാണ് പ്രിയപ്പെട്ടവരെ. എത്ര കാര്യങ്ങൾ അള്ളാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, സക്കാത്ത് നൽകാൻ ശ്രദ്ധിച്ചിരുന്നു നമ്മൾ. റമദാൻ സക്കാത്ത് നൽകേണ്ട മാസമാണെന്ന് ആരും ധരിച്ചു പോകരുത്. പൊതുവേ ആളുകൾ ആ കണക്ക് കൂട്ടുന്നതൊക്കെ ആ ഒരു മാസത്തിലാണ്, അല്ലാതെ റമദാൻ സക്കാത്തിൻ്റെ മാസമായിട്ട് നിശ്ചയിക്കപ്പെട്ടൊന്നുമില്ല. എങ്കിലും ഒരു വർഷം തികഞ്ഞാൽ, കണക്ക് പൂർത്തിയായാൽ എപ്പോഴും നൽകാൻ നമ്മൾ തയ്യാറാകണം. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി, രാത്രിയിൽ അല്ലേ അവരുടെ ധനങ്ങൾ ചിലവഴിക്കുന്നവർ, വൻഹാർ പകലിലും, സിർറൻ വഅലാനിയ രഹസ്യമായിട്ടും പരസ്യമായിട്ടും, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ മഹത്തായ കൂലിയുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. നമുക്ക് കൃത്യമായി അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾക്ക് സീസണില്ല, സൽക്കർമ്മങ്ങൾക്ക് സീസണില്ല. അതാണ് ഏറ്റവും ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. ഈ തടിച്ചുകൂടിയ ജനങ്ങൾ 5 വക്തത്തിൽ നമ്മുടെ പള്ളികളിലെ എണ്ണങ്ങൾ ഇങ്ങനെ നമസ്കാരിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണങ്ങൾ കുറഞ്ഞു പോകുമ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ എത്ര ഗൗരവമുള്ള വിഷയം. ഇസ്സൽ ഖൗം, എത്ര മോശക്കാരാണ് ആളുകൾ. യഅരിഫൂനല്ലാഹ ഇല്ലാ ഫീ റമദാൻ, റമദാനിൽ മാത്രം അല്ലാഹയെ ഓർമ്മ വരുന്ന കുറേ ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ പെട്ടുപോകരുത് വിശ്വാസികളെ. ഒന്ന് ആലോചിച്ച് നോക്ക്, റമദാനിൽ മാത്രം ബോധമുണ്ടാകുന്ന ആളുകൾ എത്ര മോശക്കാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ആ വിഭാഗത്തിൽ പെടാതെ കൃത്യമായ ആരാധനകൾ റമദാനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി ഇബാദത്തുകളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. 30 ദിവസത്തെ നോമ്പ് റമളാനിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നുവെങ്കിൽ ഒരു കൊല്ലം മുഴുവനും നോമ്പെടുത്തതിൻ്റെ പ്രതിഫല വാഗ്ദാനവുമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ശവ്വാലിലെ 6 നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശവ്വാലിലെ 6 നോമ്പ് സുന്നത്തായ ഒരു കർമ്മമാണ്. അത് തുടർച്ചയായിട്ടോ അതല്ലാതെയോ ആ മാസം തീരും മുമ്പൊക്കെയും സൗകര്യപൂർവ്വം എടുത്തുവിടാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു പുണ്യകർമ്മമാണ്. സുന്നത്തായ ഒരു കർമ്മം, സുന്നത്തായ ഒരു നോമ്പ് ഒരാൾക്ക് ഒഴിവാക്കണമെങ്കിൽ പ്രത്യേക കാരണമില്ലെങ്കിലും അയാൾക്ക് ഒഴിവാക്കാം. ബന്ധുവീടുകളിൽ നമ്മൾ പോകുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവർ നമുക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നോമ്പ് ഒഴിവാക്കി നിൽക്കുമ്പോൾ നമ്മൾ നോമ്പ് പിടിച്ച് പോകുന്നത് ശരിയാണോ? അല്ല. അവിടെ ചെയ്യേണ്ടത് റസൂലിൻ്റെ സുന്നത്ത് നമ്മൾ സ്വീകരിക്കുക ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് ജുഹൈഫ റളിയല്ലാഹു അൻഹു, അബൂദർദ ചരിത്രം വളരെ ദീർഘമാണ്, അറിയാം. അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ സൽമാൻ റളിയല്ലാഹു അൻഹു അതിഥിയായി പോകുന്നൊരു സംഭവം പറയുന്നുണ്ട്. സൽമാൻ ഭക്ഷണം കൊണ്ടുവച്ചപ്പോൾ സൽമാൻ ചോദിച്ചു, അബൂദർദ താങ്കൾ എന്താ ഭക്ഷണം കഴിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവിടെ അബൂദർദ എന്ത് ചെയ്തില്ല, മസൽ പിടിച്ചില്ല, നോമ്പ് ഒഴിവാക്കി അദ്ദേഹത്തോടും ഭക്ഷണം കഴിക്കുക ചെയ്തത്. സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസിൽ അദ്ദേഹം പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഞാൻ ഭക്ഷണമുണ്ടാക്കി. ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, ഇന്നി സായിമുൻ, എനിക്ക് വേണ്ട, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞൊരു വാക്ക് ദഅ ഖാഹൂക്, നിന്റെ സഹോദരൻ നിന്നെ ക്ഷണിച്ചു വരുത്തിയതാണ്, അദ്ദേഹത്തിൻ്റെ അതിഥിയാ താങ്കൾ. വതുകല്ലിഫുലക, താങ്കളോട് അയാൾ നിർബന്ധിക്കുമെന്നുമുണ്ട് നോമ്പൊഴിവാക്കാൻ, എങ്കിൽ അഫ്തിർ, നീ നോമ്പൊഴിവാക്കും. ഫസ്സും, നോമ്പെടുക്ക്, മക്കാനഹു ഇൻഷിഇത, വേറൊരു സമയത്ത് മറ്റൊരു അവസരത്തിൽ. കണ്ടോ, അവിടെ നമ്മൾ മസൽ പിടിക്കണ്ട. സുന്നത്തായ നോമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഖളാഉ നിർബന്ധം ഒഴിവാക്കാൻ പറ്റുന്നു തക്കതായ കാരണമില്ലെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ആ സമൂഹത്തോടൊപ്പം നമ്മെ ക്ഷണിച്ചു വരുത്തിയ ആളോടൊപ്പം സന്തോഷം പങ്കിടാൻ അത് ഒഴിവാക്കാൻ വേണ്ടത്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചൊരു നയമാണ്. നല്ല ഹൃദയബന്ധം സൂക്ഷിക്കാനുമൊക്കെ എന്നത് കരുതി ഈ പറഞ്ഞ നോമ്പിന് പ്രാധാന്യം കുറഞ്ഞു പോകുന്നൊന്നുമില്ല. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട, അനുവർത്തിക്കേണ്ട രീതികളാണ് സ്വഹാബത്ത് റസൂൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റമദാനിൽ ഖളാ നോമ്പ് ആയ ആളുകൾ അവർ ചെയ്യേണ്ടത്, പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇവിടെ ഹദീസിൽ പറഞ്ഞത് അത്ബഅഹു സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, റമളാൻ പൂർത്തിയാക്കിയ ശേഷം അവർക്കാണ് യഥാർത്ഥത്തിൽ ശവ്വാലിൽ 6 നോമ്പ് എടുക്കൽ ബാധ്യതയുള്ളൂ. അപ്പോൾ പൂർത്തിയാക്കുക എന്നതൊരു നിബന്ധനയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഭൂരിഭാഗവും പറഞ്ഞത് ആ റമളാനിലെ ഖളാ അത് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ശവ്വാലിലെ നോമ്പെടുക്കാൻ പറ്റൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ മാസം സാധിച്ചെന്ന് വരില്ല ശവ്വാലിൽ. അവർ പ്രത്യേകമായ കാരണം അവർക്ക് ദുൽഖഅദയിൽ എടുക്കാം, കൂലി കിട്ടും. നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ കൂലി കിട്ടുമല്ലോ, നിയ്യത്താണല്ലോ പ്രധാനം, എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ കാര്യമായി അധ്വാനിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അതിനുള്ള ആശ്വാസം നൽകുമാറാകട്ടെ. രോഗികളായി കിടക്കയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, പള്ളിയിൽ വന്ന് ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചവർ, അള്ളാഹു അവർക്ക് ആയുസ്സുള്ള ദീർഘായുസ്, ആഫിയത്ത് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സുഹൃത്തിൻ്റെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു പോയി. ആ മാതാവിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് പകരമായി സന്തോഷിക്കാൻ മറ്റൊരാൾ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിലെ മുസ്ലിങ്ങളെ നമ്മൾ മറന്നുപോകരുത്. റമളാൻ്റെ രാവുകളിൽ പോലും ക്രൂരന്മാരായ ജൂതന്മാരുടെ ആക്രമണത്തിൽ നൊന്ത് പിടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിന് അള്ളാഹു ഇനിയും ശക്തമായി പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖും ഈമാനും അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ ശുഹദാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.